അപ്പോൾ അടുത്തതാണ് ലോഡ് റെഗുലേഷൻ. ലോഡ് റെഗുലേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഇതിന് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് വെക്കണം. നമ്മൾ വീൻ കോൺസ്റ്റൻ്റ് 10 എന്ന് കൊടുക്കണം, DC വാല്യൂ 10 കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ആണ് ലോഡാണ് വെരി ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കണം. ലോഡ് റെസിസ്റ്റൻസ് R4. ഓക്കെ, പിന്നെ നമ്മൾ വയർ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക്. ഇപ്പം നമുക്ക് ഇതാ വെരി ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ ഇത് വെരി ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് വഴി ഇവിടെ കൊടുത്തുള്ള വോൾട്ടേജ് വെരി ചെയ്താൽ പോരെ. അപ്പം നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് കൊടുത്ത് വെച്ചിട്ട് എന്താ വയർ കണക്ട് ചെയ്യുക. ഇവിടെ മാർക്ക് ലേബിൾ ചെയ്യുക. കാരണം ആ അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് റെസിസ്റ്റൻ്റ് അക്രോസ് വേണ്ടത് VC. ഇനി ഗ്രൗണ്ട് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതെന്ന് പറയണത് ഇവിടുത്തെ വോൾട്ടേജ് അനുസരിച്ച് ഇവിടെ റെസിസ്റ്റൻസ് മാറില്ല. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കണം, R = വോൾട്ടേജ് ഓഫ് VC. ഓക്കെ, എന്നിട്ട് ഓക്കെ ആക്കണം. R = വോൾട്ടേജ് ഓഫ് VC എന്ന് കൊടുത്തു. ഈ വോൾട്ടേജ് അനുസരിച്ച് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇനി സിമുലേഷനിൽ പോയിട്ട് എടുത്ത് സിമുലേഷൻ കമാൻഡ്, എന്നിട്ട് നമ്മൾ DC സ്വീപ്പ്. നമുക്കിതിനെ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂലേക്ക് സ്വീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെയിം ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് V2 ആണ്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് V2 ക്യാപിറ്റൽ V ആണ്. V2 ടൈപ്പ് സ്വീപ്പ് ലീനിയർ ആണ്. പിന്നെ സ്റ്റാർട്ട് വാല്യൂ. ഈ സ്റ്റാർട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോഡ് റെഗുലേഷൻ ചെയ്യുമ്പോൾ ആ ഗ്രാഫിൽ തുടക്കത്തെ IL 0 ആണ്. IL 0 എന്ന് വെച്ചാൽ മിനിമം കറണ്ട്. അപ്പോൾ മാക്സ് റെസിസ്റ്റൻസ് അപ്പോൾ ഒരു 10K കൊടുക്കുക, 10K റെസിസ്റ്റൻസ്. പിന്നെ സ്റ്റോപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്. അപ്പോൾ മിനിമം റെസിസ്റ്റൻസ് ഒരു 100 കൊടുക്കുക. ഇൻക്രിമെൻറ്റ് 0.1 ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രൈസ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. ഇത് വരും. ഇത് നോക്കണ്ട, കാരണം ഇവിടെ നമ്മൾ ഇതും കൊടുത്തിട്ടില്ലല്ലോ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ്. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ലോഡ് റെഗുലേഷൻ ആയില്ലേ. ഇത് ഓക്കെ, ഇവിടെ വീനും ഇവിടെ വോൾട്ടേജ് തന്നെ. നമുക്ക് ഇവിടെ ലോഡ് വേണം. അപ്പോൾ ഇവിടെ മാറ്റിയിട്ട് നമ്മുടെ കറണ്ട് അക്രോസ് R4, അതായത് ഇവിടുത്തെ കറണ്ടാണല്ല, ഇവിടുത്തെ കറണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ I of R4 അക്രോസ് കറണ്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ. പിന്നെ നമുക്ക് വേണ്ട 0 to 6 7 വരെ. അപ്പോൾ ഇവിടെ വേണ്ട ഇപ്പോൾ ബോട്ടം കിടക്കുന്നത് 0 6ഉം ഇതും 6 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് 6 ആക്കി 7 ആക്കിയിട്ട് 7 ആക്കുക. എന്നിട്ട് ഇത് 0 ആക്കുക. എന്നിട്ടൊരു ടിക്ക് 0.5 കൊടുക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ ലോഡ് റെഗുലേഷനായി.